നമസ്കാരം. ഗതാഗതക്കുരുക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കാൻ മുൻപിലോടിയ വനിതാ പോലീസുകാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുൻപ് ഏറെ വൈറലായിരുന്നു. എന്നാൽ ആംബുലൻസിൽ രോഗിയുണ്ടായിരുന്നില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രൈവറെയും ആംബുലൻസും MVD കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രോഗിയുണ്ടെന്ന് കരുതിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആംബുലൻസിന് വഴിയൊരുക്കിയത്. വീഡിയോ വൈറലായതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ആംബുലൻസിനുള്ളിൽ രോഗിയില്ല എന്ന വിവരം MVD ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തെറ്റായ വിവരം നൽകിയ ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് 2000 രൂപ പിഴ ഈടാക്കിയ ആംബുലൻസ് ഡ്രൈവറെയും സഹായിയെയും വിട്ടയച്ചു. അതേസമയം സൈറനിട്ട് ആംബുലൻസ് ഓടിച്ചിട്ടില്ലെന്നും അത് മറ്റുള്ളവർ എഡിറ്റ് ചെയ്തതാണെന്നുമാണ് ആംബുലൻസ് ഡ്രൈവർ ഫൈസൽ പറയുന്നത്. തൃശൂർ അശ്വിനി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന്റെ മുൻപിലോടി വഴിതെളിച്ച വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണയുടെ പ്രവൃത്തി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപർണ ഓടി വരുന്നത് മുതലുള്ളത് ഉൾപ്പെടെ വീഡിയോയിലുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും വലതുവശത്ത് നിന്നാണ് വീഡിയോ പകർത്തിയതെന്നും വ്യക്തമായി. വലതുവശത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തണമെങ്കിൽ ഇത് ഡ്രൈവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. വീഡിയോ ചിത്രീകരിച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈറൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്നും രോഗിയില്ലെന്ന് പറയാൻ തനിക്ക് സാവകാശം ലഭിച്ചില്ലെന്നുമാണ് ഫൈസലിന്റെ വാദം. ഒറിജിനൽ വീഡിയോ തന്റെ പക്കലുണ്ടെന്ന് ഫൈസൽ അവകാശപ്പെടുന്നു. വീഡിയോയിൽ ആംബുലൻസിന്റെ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ആംബുലൻസ് ബ്ലോക്കിൽ കുരുക്കിൽപ്പെട്ടത്. അതേസമയം തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാറാണ് ഗതാഗതക്കുരുക്കിനിടെ ആംബുലൻസിന് മുന്നിലോടി വഴിയൊരുക്കിയത്. രോഗി അത്യാസന്ന നിലയിലാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപർണയുടെ ഇടപെടലുകൾ. കേരള പോലീസിന്റെ ഔദ്യോഗിക Facebook പേജിലടക്കം ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു.